നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അൻവർ സാറാണ്. അദ്ദേഹം കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള പല ബിസിനസ്സുകളുടെയും ഡയറക്ടറാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, എന്തൊക്കെ ബിസിനസ് ആണ് ചെയ്യുന്നത്, അതുപോലെ എന്തുകൊണ്ടാണ് ബിസിനസ് ഓട്ടോമേഷനിലേക്ക് അല്ലെങ്കിൽ വാട്സപ്പ് ഓട്ടോമേഷനിലേക്ക് വന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മളോട് പങ്കുവെക്കും. യെസ്, പ്ലീസ്. ഓക്കെ. ഞാനൊന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആക്ച്വലി എന്റെ പേര് അൻവർ. എന്റെ കമ്പനി നെയിം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്രിയേഷൻസ്. ഞങ്ങള് ഇന്ത്യൻ റെയിൽവേയുടെ ഓതറൈസ്ഡ് അഡ്വർടൈസിംഗ് ഏജൻസിയാണ്. ഓക്കെ. ഓക്കെ. ഞങ്ങൾക്ക് കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഞങ്ങൾ മേജർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ ബ്രാൻഡിങ്, റെയിൽവേ സ്റ്റേഷൻ ബ്രാൻഡിങ്, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 18 വർഷമായിട്ട് ഞങ്ങൾ ഇന്ത്യൻ റെയിൽവേ അസോസിയേറ്റ്. ഓ ഓ ഓ ഓക്കെ. സൗത്ത് ഇന്ത്യ ബേസിലാണ്. ഞങ്ങൾക്ക് ഓഫീസ് കൊച്ചിയിലുണ്ട്, ചെന്നൈയുണ്ട്, ബാംഗ്ലൂരുണ്ട്, ഹൈദരാബാദ്. ഓ ഓ ഓ. അപ്പോ പിന്നെ അതിന് പുറമെ മറ്റുള്ള അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും എല്ലാം. അത് കൂടാതെ എനിക്ക് റെയിൽവേ മാത്രമല്ല, അത് കൂടാതെ ഞങ്ങള് ഈ പറഞ്ഞ പോലെ ന്യൂസ് ചാനൽ, സാറ്റലൈറ്റ് ചാനൽ, ന്യൂസ് പേപ്പർ, അങ്ങനെ മീഡിയ അഡ്വർടൈസിംഗും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങൾ സെലിബ്രിറ്റീസ് എൻഡോഴ്സ്മെന്റ്, ഇപ്പൊ റീസെന്റ് ഞങ്ങളൊരു റോസ് ബ്രാൻഡ്, അതായത് റോസ് ബ്രാൻഡ് കൈമ റൈസ്, അവർക്ക് വേണ്ടിയിട്ട് ദുൽഖർ സൽമാനെ ഞങ്ങൾ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് പ്ലേസ് ചെയ്തു. അതുകൂടാതെ അതിന്റെ ഒരു അഡ്വർടൈസ്മെന്റും ചെയ്തു. അതിന്റെ ക്രിയേറ്റീവ്സ് എല്ലാം ഞങ്ങളാണ് ചെയ്തത്. കണ്ടിരുന്നു. ഇപ്പോ സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ് സെലിബ്രിറ്റീസ് എൻഡോഴ്സ്മെന്റ്. അതെ അതെ. ഇപ്പോ കേരള ആണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് ഏത് സെലിബ്രിറ്റീസിന് വേണ്ടി നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങളുടെ കമ്പനിയുടെ പേര് എസ്പാനിയോ എന്ന് പറയുന്ന ഇവന്റ്സ് കമ്പനിയാണ്. ആ കമ്പനിയാണത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എസ്പാനിയോ ഇവന്റ്സ് ഒട്ടനവധി ഫാഷൻ ഇവന്റ്സും ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ഇന്നൗസ് ഇവന്റ് ആണ് മിസ്സിസ് കേരള, ഇന്ത്യൻ ഫാഷൻ ലീഗ്, അങ്ങനെ ഇവന്റ്സ് ഒക്കെ ഞങ്ങളുടെ ഇന്നൗസ് ഇവന്റ്സ് ആണ്. ആ ഇന്നൗസ് ഇവന്റ്സ് ആണ് എസ്പാനിയോ ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു ഗാർമെന്റ്സിന്റെ എക്സ്പോർട്ടിംഗ് ബിസിനസ് ഉണ്ട്. അതുകൂടാതെ ഗാർമെന്റ്സിന്റെ ഷോറൂം ദുബായിലുണ്ട്. പിന്നെ ഇവിയുടെ ഷോറൂം ഉണ്ട്. അങ്ങനെ ഒരു മൾട്ടി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ അതെ. ഒരു സ്വന്തം EV ബ്രാൻഡ്, ഇലക്ട്രോ ഗ്രീൻ മോട്ടോഴ്സ് എന്നുള്ള. അതെ അതെ, ഇലക്ട്രോ ഗ്രീൻ മോട്ടോഴ്സ്. അതെ അതെ, കറക്റ്റ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വാട്സപ്പ് ഓട്ടോമേഷൻ ഈ ഒരു ഇതിലേക്ക് വരാൻ കാരണം? തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മൾ നോക്കിയറിയാൻ പറ്റും, കൂടുതൽ ആൾക്കാരും റെസ്പോണ്ട് ചെയ്യുന്നത് കൂടുതലും വാട്സ്ആപ്പ് ത്രൂ ആണ്. ആക്ച്വലി ഞാനത് മനസ്സിലാക്കി. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു ടാർഗറ്റ് ക്ലയൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും വാട്സ്ആപ്പ് ത്രൂ ആണ്. എല്ലാവർക്കും ഈസിയാണ്. ഇപ്പൊ നമ്മൾ പഴയ പോലെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിങ് വെരി ഈസിയാണ് വാട്സ്ആപ്പ്. അപ്പൊ പലപ്പോഴും ഈ വാട്സാപ്പില് നമ്മൾ കോമൺ നമ്പർ കൊടുത്ത് നമ്മൾ ഈ സ്റ്റാഫിനെ അസൈൻ ചെയ്യുമ്പോൾ, ഇപ്പൊ ഡ്യൂട്ടി ടൈമിൽ ഓക്കെയാണ്. ഡ്യൂട്ടി ടൈമിൽ ചിലപ്പോ അത് കൃത്യമായിട്ട് അവർ അപ്ഡേഷൻസ് ഉണ്ടാവും. പക്ഷെ ഈ ഡ്യൂട്ടി കഴിഞ്ഞുള്ള ടൈമിൽ വരുന്ന സമയത്ത് ഒരു കസ്റ്റമർ ഒരു എൻക്വയറീസ് നടത്തി കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും നോക്കിയുള്ള കാര്യമാണ്, ഒരു എൻക്വയറീസ് നടത്തുന്ന സമയത്ത് അതിന്റെ റെസ്പോൺസ് പിറ്റേ ദിവസമാണ് വരുന്നത്. അത് എല്ലാം മിക്ക കമ്പനീസിനെ കണ്ടൊരു കാര്യമാണ്. അപ്പോ ഒരു കസ്റ്റമറിന് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അവർക്ക് ആ സമയത്ത് ഒരു ഇൻഫർമേഷൻ കിട്ടേണ്ട സമയത്ത് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ അതൊരു ബിസിനസ്സിലൂടെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. ഓക്കെ. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് ടൈമിംഗ്ലി റെസ്പോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ കൺവേർഷൻ റേഷ്യോ ഈസി ആവുള്ളൂ. അപ്പോ ഞാൻ നോക്കി ഇതിന്റെ സൊല്യൂഷൻസ് എന്താണെന്ന് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് താങ്കളെ ഞാൻ കാണുന്നത്. പിന്നെ താങ്കളായിട്ട് കൂടുതൽ കോൺടാക്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നി വളരെ ജെന്യൂൻ പേഴ്സൺ ആണ്. ഈ പറഞ്ഞ പോലെ ഒരു സിൻസിയറിറ്റി ഉണ്ട്, പഞ്ച്വൽ ആണ്. ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളെ പിന്നെ ഫൈനൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു സർവീസ്, അതുപോലെ അതിനുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം? യെസ്, തീർച്ചയായിട്ടും ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇന്ന് എനിക്ക് ഇപ്പോ എന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്രിയേഷൻ, ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ 9169173344, ഈ നമ്പറിൽ ഒരു കസ്റ്റമർ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവനക്ക് കൃത്യമായിട്ട് അവനക്ക് വേണ്ട കസ്റ്റമറിന് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് ഓട്ടോമേഷൻ ത്രൂ അത് സെൻഡ് ചെയ്യാൻ പറ്റും. മീൻസ് അത് ഞങ്ങളുടെ സ്റ്റാഫ് ഇല്ലെങ്കിലും അത് ഓട്ടോമേഷൻ ആ പ്രോസസ്സ് നടക്കുന്നത്. ആ പ്രോസസ്സ് ശരിക്കും പറഞ്ഞാൽ ഒരു 50 to 70% കസ്റ്റമേഴ്സിന് കൃത്യമായിട്ട് പ്രൊഡക്റ്റ് നോളജും കൃത്യമായിട്ട് അവയർനെസ്സും ക്രിയേറ്റ് ആവുന്നത്. അപ്പൊ നമുക്ക് ക്ലോസിംഗ് വളരെ ഈസി വേണം. ഒരു പകുതി പണിയും ഇത് ഈ ഓട്ടോമേഷനിലൂടെ അത് തീർത്തോളും. പിന്നെ വളരെ കുറച്ച് മാത്രം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതിന്റെ ബാക്കി ഒരു കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് സമയം എല്ലാവർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർക്കും വെറുതെ സമയം സ്പെൻഡ് ചെയ്യാനോ കാത്തിരിക്കാനോ സമയമില്ല. അപ്പൊ അതുകൊണ്ട് ഇത്രയും ഓട്ടോമേഷൻസ് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതില് ഞാൻ താങ്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷാഫി അതിലൊരു എക്സ്പേർട്ട് ആണ് കേട്ടോ.
കാരണം ഞാൻ പല താങ്ക് യു. വെൻഡേഴ്സ് ഒക്കെ ഞങ്ങൾ പലതും റെഫർ ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ എടുക്കാറുള്ളൂ. നിങ്ങൾ വളരെ സിൻസിയർ ആണ്, നിങ്ങളുടെ ജോബ് വളരെ പെർഫെക്റ്റ് ആണ്. നിങ്ങളെ വർക്ക് കഴിഞ്ഞാലും കൃത്യമായിട്ട് നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് ഞങ്ങളെ സാറ്റിസ്ഫൈഡ് ആണ് നോക്കുന്നതൊക്കെ നിങ്ങൾ വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. കാരണം മിക്ക താങ്ക് യു. ആൾക്കാരും നമ്മൾ മിക്ക ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ പ്രശ്നം വെച്ചാൽ ഇനീഷ്യലൊക്കെ നല്ല കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ അപ്ഡേഷൻസും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ആ ആ അപ്പോ ഞാൻ നിങ്ങളിൽ കണ്ടുള്ള പ്രത്യേകത അങ്ങനൊന്നുമല്ല. നിങ്ങൾ കൃത്യമായിട്ട് എനിക്ക് ആ സർവീസ് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റ് ടൈമിൽ അത് ഡെലിവറി ചെയ്തിരുന്നു. ഒരു വളരെ കൃത്യമുള്ള കാര്യമാണ് ടൈമില് ആ വർക്ക് തീർക്കുക എന്നുള്ളത്. അത് മാത്രമല്ല, എനിക്കത് വളരെ എന്റെ ബിസിനസ്സിൽ വളരെ ഗുണം ചെയ്യും. ആ, അതെ, നമ്മളിപ്പോ ഒരു ആ ഒരു ടൈം ഇത് നോക്കുകയാണെങ്കിൽ, ആ ഒരു ജേണി നോക്കുകയാണെങ്കിൽ, ഒരു കസ്റ്റമർക്ക് ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ അവർക്ക് ഒരു പ്രപ്പോസൽ കിട്ടി. മറ്റേ നമ്മൾ എന്തെങ്കിലും Yes, yes. ചോദിക്കണം, അവരോട് ചോദിക്കണം, എന്നിട്ട് ഒരു പ്രപ്പോസൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ദിവസങ്ങൾ എടുത്തിരുന്നത് വെറും മിനിറ്റുകളിലേക്ക് കൊണ്ടുവന്നു നമ്മള്. എന്തെന്നറിയോ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മളെല്ലാരും ഒരു കസ്റ്റമർ മൈൻഡ് സെറ്റ് ശരിക്കും പറഞ്ഞാൽ അവനൊരു ആഗ്രഹം തോന്നുന്ന സമയത്താണ് അവൻ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത്. അതെ അതെ എനിക്ക് ഇന്നൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ, ഞാൻ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം കണ്ടു, ഒരു 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 പ്രൊഡക്റ്റിന്റെ അഡ്വർടൈസ്മെന്റ് കണ്ടു. എനിക്ക് കണ്ടപ്പോൾ തോന്നി അത് കൊള്ളാം, നല്ല സംഭവമാണെന്ന് പർച്ചേസ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ എനിക്കൊരു ഇമ്മീഡിയറ്റ് റെസ്പോൺസ് വേണം. അതെ 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 അല്ല, ഞാനിത് കോൺടാക്ട് ചെയ്തിട്ട് ഒരു 3-4 ഡേയ്സ് കഴിയുമ്പോഴേക്കും എനിക്ക് അതിനുള്ള ഇൻട്രസ്റ്റ് പോകും. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് എല്ലാ ആൾക്കാരുടെയും അവസ്ഥ തന്നെയാണ്. അപ്പോ ഇവിടെ നമ്മൾ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ആ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം. അത് നിങ്ങളുടെ ഓട്ടോമേഷൻ മെത്തേഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു എല്ലാ ടൈപ്പ് ഓഫ് ക്ലയൻസിനും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാട്ടോ. ഇപ്പൊ സർവീസ് സെക്ടർ മാത്രമല്ല, ട്രേഡിങ്ങിനൊക്കെ പലത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല. അതാണ് എനിക്ക് തോന്നുന്നത് അവയർനെസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ബെറ്റർ ഓപ്ഷൻ. പല ആൾക്കാരും ഇതിലോട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. അതെ അതെ ആ, നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ ഏറ്റവും കൂടുതൽ B2C ടൈപ്പ് ഓഫ് ബിസിനസ്സിന് ആണ് എന്നായിരുന്നു. പക്ഷേ നമ്മളിപ്പോ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെയും അതുപോലെ എസ്പാനിയുടെ ഒക്കെ കേസ് എടുത്ത് നോക്കുമ്പോൾ അത് B2Bക്കും വളരെയധികം എഫക്റ്റീവ് ആണ്, വളരെയധികം യെസ്, യൂസ്ഫുൾ യെസ്, ആണത്. കറക്റ്റ് കറക്റ്റ്. ഇപ്പൊ ഞങ്ങളുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓൺലി B2B ആണ്, ഞങ്ങൾക്ക് B2Cയിൽ ഓൺലി B2B ആണ്. അപ്പോ ആ B2B കാറ്റഗറീസിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓക്കെയാണ്. എക്സ്പാൻഡ് ഇവന്റ്സ് B2B ഉണ്ട്, B2C ഉണ്ട്. കാരണം ഞങ്ങൾ പല അതെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരു ഇവന്റ്, ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ, ഒരു വെഡിങ്, ഒരു കോർപ്പറേറ്റ് ഇവന്റ്സ്, അല്ലെങ്കിൽ ഒരു ഇനോഗ്രേഷൻ ഫംഗ്ഷൻ, സെലിബ്രിറ്റീസ് എൻഡോഴ്സ്മെന്റ്, ആഡ് ഫിലിം, അങ്ങനെയുള്ള പല പല ആക്ടിവിറ്റീസ് വരുന്ന സമയത്ത് അതിന്റെ B2B വരുന്നുണ്ട്, B2C വരുന്നുണ്ട്. അതെ അതെ അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനും, പിന്നെ ഈ നിങ്ങളുടെ പ്രോഗ്രാം ബേസ് ചെയ്ത കണ്ടസ്റ്റൻസിന് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇതൊക്കെ വളരെ ഈസി പ്രോസസ് ആയി മാറി. ആ പ്രോസസ്സിങ് ഒരു വലിയ പ്രോസസ്സിനെ ചെറിയ പ്രോസസ്സിലോട്ട് കൊണ്ടുവന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതെ അതെ ഓൾറെഡി ഉപയോഗിക്കുന്ന മീഡിയാസ്, ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചു, അതായത് വാട്സപ്പ് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. വേറൊരു ആപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടോ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി മൊബൈലിൽ ഉള്ള ഒരു ആപ്പിനെ ഒന്നുമില്ല നമ്മൾ ഷാഫി, ലിവറേജ് ചെയ്തു. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. രാവിലെ എഴുന്നേറ്റ് തീർച്ചയായിട്ടും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആദ്യം നോക്കുന്നത് വാട്സപ്പിലെ അതെ മെസ്സേജസ് ആണ്. അതെ രാത്രി ഉറങ്ങുന്ന സമയത്ത് രാത്രി മെസ്സേജ് നോക്കിയിട്ടാണ് രാത്രി കിടന്ന് ഉറങ്ങുന്നത്. അപ്പൊ ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം മിക്കവാറും ആൾക്കാർക്ക് ഒരു 70-80% ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം വാട്സാപ്പിൽ വളരെ ഫോക്കസ്ഡ് ആണ്. കാരണം ഈച്ച് ആൻഡ് എവറി കമ്മ്യൂണിക്കേഷൻസ് എല്ലാം വാട്സാപ്പ് ത്രൂ ആയതുകൊണ്ട് അത് നമ്മൾ യൂസ് ചെയ്ത് ആ ഒരു ശീലം വന്നുപോയി. അപ്പോ ആ ശീലം നമുക്കുള്ളത് കൊണ്ട് ആ ബിസിനസ് കൺവേർഷൻ റേഷ്യോ കുറച്ചുകൂടി ഈസി വേണം. അതെ അതെ ഇനി ഈ ഒരു സർവീസ് റെഫർ ചെയ്യാൻ എങ്ങനെ താല്പര്യപ്പെടുന്നുണ്ടോ? അതുപോലെ മറ്റുള്ള ബിസിനസ്സുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ നമ്മുടെ തീർച്ചയായിട്ടും ഞാൻ എന്റെ പല ക്ലയൻസിനും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട് വെച്ചാൽ നമുക്ക് ഒരു സർവീസ് 100% സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് മാത്രമല്ല, ഇപ്പൊ ഞങ്ങളുടെ പല ക്ലയൻസിനും എഫക്റ്റിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് അപ്ഡേറ്റ്സിനൊക്കെ നിങ്ങളുടെ സിസ്റ്റം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണെങ്കിൽ ഇത് ബെറ്റർ ഓപ്ഷൻ എന്ന ലെവലിൽ പല കസ്റ്റമറോടും അപ്ഡേഷൻ പറഞ്ഞതുകൊണ്ട് പലരും ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ അങ്ങനത്തെ പല റെഫറൻസും ഞാൻ ഷാഫി കോഡിക്ക് ഒന്ന് സെൻഡ് ചെയ്തെന്ന് തോന്നുന്നു. ഞാൻ അല്ലാതെ റെഫറൻസും സെൻഡ് ചെയ്ത് തരാം. ഓക്കെ 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 എനിവേ താങ്ക് യു ഈ ഒരു നല്ല വേർഡ്സ് തന്നതിന്. താങ്ക് യു ഷാഫി. എന്റെ ഒരു തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ആണെന്ന് അറിഞ്ഞതിന് തീർച്ചയായിട്ടും വളരെയധികം നന്ദി. തീർച്ചയായിട്ടും. ഓക്കെ ഷാഫി, എനിവേ നമുക്ക് ഇനി ബാക്കിയുള്ള എല്ലാ അതർ കമ്പനീസും നമുക്ക് ഇതേപോലെ പ്ലാൻ ചെയ്യാം. ഞാൻ ടീം ഏതെങ്കിലും ഷാഫിയായിട്ട് കോൺടാക്ട് ചെയ്യും. ഷാഫി ഓ തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്. ഓക്കെ ഷാഫി, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ.